പൊന്നാനി നഗരസഭയുടെ 2022-23 വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിലെ 44-ാം വാർഡിൽ പണിതീർത്ത ഹൈടെക് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. 23 ലക്ഷം രൂപ അടങ്കലിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉതകുന്ന പുതിയ പഠന സാധ്യതകൾ ഉൾക്കൊള്ളിക്കാനാവും വിധം സജ്ജീകരണങ്ങളോടെയായിരിക്കും അംഗൻവാടി പ്രവർത്തിക്കുക. സ്മാർട്ട് ക്ലാസ് റൂം, കളിക്കോപ്പുകൾ, കളിമുറ്റം എന്നിവ അംഗൻവാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ ഒ ഷംസു, ടി മുഹമ്മദ് ബഷീർ, ഷീന സുദേശൻ, ശിശുവികസന പദ്ധതി ഓഫീസർ ഗീത എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല സ്വാഗതവും ഷീജ ടീച്ചർ നന്ദിയും പറഞ്ഞു. അപ്പോൾ 13 മാസക്കാലം നമ്മുടെ നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും, ഒരു ചട്ടി മണ്ണ് അല്ലേ, ഒരു ലോഡ് മെറ്റൽ അത് ഇറക്കുന്നതിന് ഗതാഗതം തടസ്സപ്പെട്ടുള്ള കാലമാണ്. പോലീസായിരുന്നു റോഡിലൊക്കെ. അപ്പോൾ 13 മാസക്കാലം കടന്നുപോയി. അതിന് ശേഷമുള്ള ബാക്കി വരുന്ന 17 മാസക്കാലമാണ് ഞങ്ങളുടെ മുന്നിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ലഭ്യമായിട്ടുള്ളത്. അതിനിടയിൽ നമ്മുടെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ വാർഡിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന്, മഴക്കാലമായാൽ, കാലവർഷമായാൽ നമ്മുടെ വാർഡിൽ ഈ പ്രദേശത്ത് കടൽ വെള്ളം ഇരച്ചു കയറും അല്ലേ. ഉപ്പുവെള്ളമാണ്. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപ്പുവെള്ളത്തിന്റെ എന്താ പറയാ, ഒരു ആധിക്യം കാരണം, അതല്ലെങ്കിൽ ഉപ്പുവെള്ളം നമ്മുടെ വാർഡിൽ കയറുന്നതിന്റെ ഫലമായിട്ട് അടുപ്പ് കത്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വാർഡിൽ ഒരിക്കലും മേലിൽ കടലിൽ നിന്നും വെള്ളം ഇരച്ചു കയറിയത് കൊണ്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടാവില്ല, നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ആദ്യം ഞാൻ ചെയ്ത കാര്യം നമ്മുടെ വാർഡിൽ ഒരു ഷട്ടർ ഉണ്ടാക്കലാണ്. NCV ന്യൂസ് പൊന്നാനി.